ചില കാര്യങ്ങൾക്ക് ചിലർക്ക് കൃത്യസമയത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടി ആവശ്യമാണ്. ആഗോള വ്യാപകമായി ലോക സമാധാനത്തിന് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം. ഒപ്പം ആഗോള വ്യാപകമായി വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് വിവിധ രാജ്യങ്ങളിൽ, ആഫ്രിക്കയിൽ, യൂറോപ്പിലൊക്കെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദം. ഈ 2019 ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റിനൊരു ഫിസിക്കലായിട്ട് ഇല്ലായ്മ ചെയ്യാൻ സാധിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് കൊണ്ടുവന്ന ആ തീവ്രവാദ ആശയം ലോകമെമ്പാടും ഇപ്പോഴും ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ മറുപടി പ്രോഗ്രാം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഈ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ നടത്തിയ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിവാദങ്ങളെ സംബന്ധിച്ചാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അപകടത്തെക്കുറിച്ച് അദ്ദേഹം ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങൾ വലിയ രീതിയിലാണ് ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് ദീപിക ദിനപത്രം കഴിഞ്ഞ ദിവസം വളരെ ശക്തവും വ്യക്തവുമായിട്ടുള്ള രീതിയിൽ ഈ കാലഘട്ടത്തിൻ്റെ ചില അപകടകരമായിട്ടുള്ള പ്രവണതകൾ തുറന്നു കാട്ടിക്കൊണ്ടുള്ള ഒരു മുഖപ്രസംഗം എഴുതുകയുണ്ടായി. എന്നാൽ അതിനെതിരെ വ്യാപകമായി, പ്രത്യേകിച്ച് ചില മുഖ്യധാര മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും, പൊതുസമൂഹത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും, ഒപ്പം തന്നെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും വ്യാപകമായിട്ടുള്ള ചില വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ചിലർക്ക് ഇത്രയ്ക്ക് കൊള്ളുന്നത്? അതിനുള്ള മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്ടാണ്. ഫാദർ ടോം ഒലിക്കരോട്ട്, ഈ പ്രോഗ്രാമിലേക്ക് അങ്ങേ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഫാദർ ടോം, നമുക്കറിയാവുന്നതുപോലെ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും കുറെ നാളുകളായിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ട്രെൻഡുണ്ട്. ആ വിമർശിക്കുന്ന വ്യക്തിക്കെതിരെ ഒരു വെട്ടുകിളികളെ പോലെ ആ വ്യക്തിക്കെതിരെ ഒരു സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു, വിമർശനങ്ങൾ ഉയരുന്നു. പിന്നീട് ആ വ്യക്തിക്ക് താൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഒരു പിന്നോക്കം പോകേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇതല്ല പറഞ്ഞത്, അതല്ല ഉദ്ദേശിച്ചത്, ഇതാണ് ഉദ്ദേശിച്ചത് എന്ന തരത്തിലുള്ള വിശദീകരണക്കുറിപ്പ് ഇറക്കേണ്ടി വരുന്നു. P. ജയരാജന്റെ കേസിലും സമാനമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചത്. മുൻപ് നമ്മുടെ പോലീസ് മേധാവിമാരും ഇത്തരത്തിലൊരു പരാമർശം നടത്തിയപ്പോഴും സമാനമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നാം കാണേണ്ടി വന്നു. എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്: ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പല മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഇത്രയധികം ഭയപ്പെടുന്നത്, അല്ലെങ്കിൽ വിമർശിക്കുന്നവരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാനുള്ള ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നത്? ഒപ്പം തന്നെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും വളരെ വലിയ രീതിയിൽ ഇതെന്തോ വലിയൊരു അപരാധം പറഞ്ഞു, അല്ലെങ്കിൽ അസത്യം പറഞ്ഞു എന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് അവരുടെ ചർച്ചകൾ കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ് ഈ സമകാലിക സാഹചര്യത്തിൽ കേരളത്തിൽ ഇങ്ങനെയൊരു ദാരുണമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം സംഭവിക്കുന്നത്? ഫാദർ ടോം ഒലിക്കരോട്ട്. ജോർജി, യഥാർത്ഥത്തിൽ CPM നേതാവ് P. ജയരാജന്റെ ഈ ഒരു പ്രസ്താവന രാഷ്ട്രീയ ഇസ്ലാമിനെ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ P. ജയരാജൻ കണ്ടു, CPIM കണ്ടില്ല എന്നുള്ള ആ ഒരു പ്രസ്താവന യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു 15 വർഷങ്ങളായി കേരളത്തിൽ നിരന്തരം പല കോണുകളിൽ നിന്ന് സംസാരിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വളർച്ചയെക്കുറിച്ചും അതിന്റെ അതിഭീകരമായ വ്യാപനത്തെക്കുറിച്ചും ഏറ്റവും ആദ്യം പറഞ്ഞത് 2010 VS അച്യുതാനന്ദൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, തന്നെ നേരിട്ട് പറയാണ്. പിന്നീട് പോലീസ് സേനയുടെ തലപ്പത്തുള്ള DGPമാരായിട്ടുള്ള സെൻകുമാറും ലോകനാഥ് ബെഹ്റയും എല്ലാം ഈ വിഷയം ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൽ കാണുന്ന, ലോകമെമ്പാടും കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അതിന്റെ തീവ്രവാദ ആശയപരമായ കാര്യങ്ങളെയും തുറന്നു പറയുകയോ വിമർശിക്കുകയോ അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് പറയുകയോ ചെയ്യുന്ന വ്യക്തികൾക്ക് നേരെ സംഘടിതമായ ആക്രമണം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കുന്നു. ഈ വിഷയം കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയെങ്കിൽ ഈ ആശയത്തിന്റെ അപകടകരമായ വ്യാപനത്തെ തടയുന്നതിന് തുടർന്നൊന്നും ചെയ്യാൻ അദ്ദേഹത്തെ അനുവദിച്ചിട്ടില്ല. DGPമാർ ഇത് വെളിപ്പെടുത്തിയത് അവർ റിട്ടയർ ആയ ശേഷമാണ്. അധികാരത്തിലിരുന്നപ്പോൾ ഒരു പോലീസ് സേന മുഴുവനും ഉണ്ടായപ്പോൾ അവർക്ക് ചെറുവിരൽ അനക്കാൻ തീവ്രവാദത്തിനെതിരെ സാധിച്ചില്ല. അവർ റിട്ടയർ ആയപ്പോൾ ചില കുമ്പസാരങ്ങൾ നടത്തുകയാണ്. P. ജയരാജനും ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ അദ്ദേഹം ചില രാഷ്ട്രീയമായ ഒതുക്കലിന്റെ ഭാഗമാണെന്നാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത്. അദ്ദേഹം ഈ ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യാപനത്തെക്കുറിച്ചും അത് തിരുത്തപ്പെടേണ്ടതാണെന്നും അദ്ദേഹത്തിന്റെ തന്നെ ഈ ആശയം ചർച്ച ചെയ്യപ്പെടണമെന്നും ഒക്കെ അദ്ദേഹം തുറന്നു പറയുന്നത്. ഇതിന് സമാനമാണ് കോടഞ്ചേരി ഒരു പെൺകുട്ടിയുടെ പ്രണയവിവാഹവുമായിട്ടുള്ള വിഷയത്തിൽ അന്നത്തെ
അവിടുത്തെ MLA ജോർജ് എം തോമസ് അദ്ദേഹം പറഞ്ഞ ഒരു നിരീക്ഷണവും, പിന്നീട് ലവ് ജിഹാദ് എന്ന് പറയുന്ന പ്രണയച്ചതി എന്ന് പറയുന്ന വിഷയമുണ്ട്, മതപരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രണയത്തിലൂടെ കുട്ടികളെ അപഹരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ ജോർജി അതും അദ്ദേഹത്തിന് തിരുത്തേണ്ടി വന്നു. ഇപ്പോൾ ജയരാജൻ വളരെ വിപ്ലവകരമായ ഒരു ആശയം അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ കഴിഞ്ഞ 15-ലധികം വർഷമായിട്ട് നമ്മുടെ കേരളം നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിയെ അദ്ദേഹം അവതരിപ്പിക്കെങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നു ഇന്നലെ അദ്ദേഹത്തിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിനൊരു വിശദീകരണമായിട്ട് പറയേണ്ടി വന്നു. ദീപികയൊക്കെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം ദീപികയെ വിമർശിക്കേണ്ടി വന്നു. ദീപികയുടെ നിലപാട് ശരിയല്ലെന്ന് പറയേണ്ടി വന്നു. അദ്ദേഹം എന്തിന് പുടിനെ വരെ, യുദ്ധക്കുതിയനായ പുടിനെ വരെ അതിനുവേണ്ടി അദ്ദേഹത്തിന് ന്യായീകരിക്കേണ്ടി വരുന്നു. അദ്ദേഹം പറയാണ് പൊളിറ്റിക്കൽ ഇസ്ലാം അല്ല, അമേരിക്കയാണ് ലോകത്തിന്റെ അപകടം എന്ന് പറയുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകളും ഇസ്ലാമിസ്റ്റുകൾക്കും തീർച്ചയായിട്ടും അമേരിക്ക ഒരു വലിയ ഭീഷണി തന്നെയാണ്. കാരണം അമേരിക്ക അങ്ങനെ ഇല്ലെങ്കിൽ ഇവർ ഇതിനോടകം തന്നെ ലോകത്തിലെ പല പ്രദേശങ്ങൾ ഇതിനേക്കാൾ അപകടകരമായ രീതിയിൽ ഇവർ കീഴടക്കിയാണ്. അപ്പൊ നമുക്ക് ലോകത്തെമ്പാടും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തെല്ലായിടത്തും ഇസ്ലാമിന് ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട്. അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അനധികൃതമായ കുടിയേറ്റങ്ങൾക്കാണ് പിന്തുണ കൊടുക്കുന്നതെങ്കിൽ കേരളത്തിൽ ഇസ്ലാമിന്റെ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയങ്ങൾക്കുള്ള പിന്തുണയിലൂടെയാണ്. അപ്പോൾ നമ്മൾ ഇത് കാണുന്നത് എന്തുകൊണ്ട് പി ജയരാജൻ കണ്ട ഈ ഒരു വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കാണുന്നില്ലെന്ന് ചോദിച്ചാൽ അവർക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ തിരഞ്ഞെടുത്ത കാഴ്ചകളിലേക്ക് ശ്രദ്ധിക്കുന്നവരാണ്. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല, ദീപികയുടെ എഡിറ്റോറിയൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, കോൺഗ്രസിനും ഇത് തന്നെയാണ് ഉണ്ടായിരുന്നത്. വളരെ ആകുലതയോടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലോ ജോർജി വഖഫ് വിഷയം എന്ന് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിലെ ഇതര മനുഷ്യരോട്, മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളോട് അവർ ചെയ്ത വലിയൊരു ചതിയാണ്. ഇങ്ങനെ ഒരു നിയമം അവർ രൂപപ്പെടുത്തുന്നു. എന്നിട്ട് വളരെ മതേതരമായ ഒരു രാജ്യത്ത്, എല്ലാ പൗരന്മാരും തുല്യമായി കാണപ്പെടേണ്ട ഒരു രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിന് അവർ സവിശേഷമായ ആനുകൂല്യം കൊടുക്കുന്നത് ഇതര പൗരന്മാരുടെ അവകാശത്തെ പോലും നിഷേധിക്കുകയാണ്. അപ്പൊ ജോർജി, ദീപികയുടെ എഡിറ്റോറിയൽ ഞാൻ പറയാണ്, ഒരു 10 വർഷം മുമ്പ് നമ്മൾ എഴുതേണ്ട എഡിറ്റോറിയൽ ആയിരുന്നത്. ഒരു 10 വർഷം മുമ്പ് ചർച്ച ചെയ്യേണ്ട വിഷയമാണിത്. കാരണം ഇത് ഇന്ന് തുടങ്ങിയതല്ല, ഇത് അങ്ങേയറ്റത്തേക്ക് എത്തി, നമുക്ക് പ്രതിരോധിക്കാൻ ഏറ്റവും ആവശ്യമായ ഒരു ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ളത് കാണുന്നു എന്നൊരു ശൈലിയാണ് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. വളരെ പ്രത്യേകമായി കേരളത്തിലെ ബുദ്ധിജീവികളും ഇവിടുത്തെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഒരു മിഥ്യാ പൊതുബോധമുണ്ട്. അതിലെപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങളോ ഇസ്ലാമിക വിഷയങ്ങളോ അവിടെ ഇരയുടെ ഭാഗത്ത് നിൽക്കുന്ന വിഷയങ്ങളാണ്. യഥാർത്ഥത്തിൽ വസ്തുതകളെ, യാഥാർത്ഥ്യങ്ങളെ തമസ്കരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം തിരഞ്ഞുപിടിച്ച് സെലക്ടഡ് വ്യൂ നടത്തുന്നതിന്റെ പരിണിത ഫലമാണ് ഇവിടെ ഈ കാണുന്നത്. ഇവർ ഗാസയിലെയും പലസ്തീനയിലെയും റാഫയിലെയും വിഷയങ്ങൾ കാണും. അതേസമയത്ത് ദീപിക ചോദിക്കുന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. റാഫയ്ക്ക് നേരെ കണ്ണു തുറക്കാൻ പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് അസർബൈജാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം തുർക്കിയിലെ സയ്യിദ് എർദോഗന്റെ ബുൾഡോസർ രാജിന്റെ പിന്തുണയോടുകൂടി നടത്തുന്ന ക്രൈസ്തവ വേട്ട കാണാതെ പോകുന്നത്? ജോർജി, 1,25,000 ആളുകൾ, അർമേനിയൻ ക്രിസ്ത്യാനികൾ, അവര് AD 300 മുതൽ കഴിഞ്ഞ 1700-ലധികം വർഷം താമസിച്ചിരുന്ന നഗോർണോ കാരബാക്ക് പ്രദേശങ്ങളിൽ നിന്ന് അടിച്ചോടിക്കപ്പെടുകയാണ്. ഇത് കാണാതില്ല. എന്നാൽ പലസ്തീനയിലെ റാഫയിലെ അക്രമങ്ങളെ, ഗാസയിലെ വിഷയങ്ങളെ കുറിച്ച് മാത്രമേ ഇവർ കാണുന്നു. നൈജീരിയയിൽ വളരെ സങ്കടത്തോടെ കഴിഞ്ഞ ദിവസം ഒരു നൈജീരിയൻ മെത്രാൻ പറയാണ്, ഏകദേശം 50,000-ലധികം ആളുകൾ കഴിഞ്ഞ ചുരുങ്ങിയ വർഷം കൊണ്ട് ക്രിസ്ത്യാനികൾ കൊല ചെയ്യപ്പെട്ടു. ഞങ്ങളുടെ 325 ദേവാലയങ്ങൾ ശിഥിലമാക്കപ്പെട്ടു. ആരാണ് ചെയ്തത്? പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വകഭേദങ്ങളായ ബൊക്കോ ഹറാം, IS തുടങ്ങിയ തീവ്രവാദ സംഘടനകളും പ്രസ്ഥാനങ്ങളുമാണ് ചെയ്തത്. ജോർജി, 325 ക്രൈസ്തവ കൂട്ടായ്മകൾ നൈജീരിയ എന്ന് പറയുന്ന രാജ്യത്ത് ശിഥിലമായി എന്നാണ് പറയുന്നത്. ഇതാരും കാണുന്നില്ല. ഇറാഖിലും മിഡിൽ ഈസ്റ്റിലും ഒരു കാലത്ത് ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളാണ്. ഇറാഖിൽ അവശേഷിക്കുന്ന ക്രിസ്ത്യാനികളും കൂടെ നിസ്സഹായരായിട്ട് പലായനം ചെയ്യാൻ
ഉള്ള തുടക്കങ്ങൾ തുടങ്ങിയെന്ന് ഈ ദിവസങ്ങളിൽ വാർത്ത കാണും. അതെ അതെ അതുപോലെ തന്നെ ലെബനന്റെ സ്ഥിതി, അതെ. ലോകത്തെ ഏറ്റവും സുന്ദരമായിരുന്ന ഒരു രാജ്യം, ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യം, ഇന്നലെ നമ്മൾ കണ്ട വാർത്തയാണ് അവിടെ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഇതിങ്ങനെ എത്തിപ്പെട്ടത് എങ്ങനെയാണ്? ലെബനന്റെ സ്ഥിതി നമുക്ക് ഈ കാലത്ത് വായിക്കേണ്ട, പുനർ ആഖ്യാനം ചെയ്യേണ്ട ഒരു ചരിത്ര പാഠമാണ്. ഒരു രാഷ്ട്രം എങ്ങനെയാണ്? യൂറോപ്യൻ രാജ്യങ്ങളെ നോക്കൂ, ജർമ്മനിയും ഫ്രാൻസും അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ ഒരിക്കലും കേട്ടുകേൾവില്ലാത്ത വിധം ജനജീവിതം അസഹ്യമാവുകയോ അരക്ഷിതമാവുകയോ ചെയ്യുന്നത്? ഇത് പൊളിറ്റിക്കൽ ഇസ്ലാമിക ആശയങ്ങളുടെ വ്യാപനം കൊണ്ടാണ്. മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി വ്യഗ്രതപ്പെടുന്ന ചില മനുഷ്യർ മറ്റു മനുഷ്യരെ, വ്യത്യസ്ത വിഭാഗങ്ങളെ, ആശയങ്ങളെ, വിശ്വാസങ്ങളെ അസഹിഷ്ണുതയോടെ വീക്ഷിക്കുകയും അവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അപകടകരമായ പ്രവണത നമ്മൾ കാണുകയാണ്. ജോർജി, കേരളം കണ്ട ആളുകളിലൊക്കെയും രൂപപ്പെട്ടത് നമ്മൾ എല്ലാ മനുഷ്യരും എല്ലാ വിശ്വാസങ്ങളും തുല്യമായി ആദരിക്കുകയും അംഗീകരിക്കുകയും അവരുടെ ഇടങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ ഒരു സുരക്ഷിതമായ ആരോഗ്യകരമായ ഒരു അകലം, ഒരു സ്പേസ് ഓരോ മനുഷ്യർക്കും കൊടുക്കണമെന്നുള്ള നമ്മുടെ അടിസ്ഥാനപരമായ ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ തത്വത്തെ ചില ആളുകൾ അവരുടെ മതാന്തത കൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും മുന്നോട്ട്? ഈ വിഷയം തൽപര കക്ഷികളായിട്ടുള്ള ഇവിടുത്തെ മാധ്യമങ്ങളും വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ, നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എത്ര നാൾ തമസ്കരിച്ചുകൊണ്ടിരിക്കും? അതുകൊണ്ട് ദീപികയുടെ എഡിറ്റോറിയൽ ഞാൻ പറയും ഒരു 10 വർഷം മുമ്പ് എഴുതപ്പെടേണ്ടതും 10 വർഷം മുമ്പ് പൊതുസമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതും ഇവിടുത്തെ കപട ബുദ്ധിജീവികളും അതുപോലെ പുരോഗമന ആശയക്കാരും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് ഇവിടെ സൃഷ്ടിച്ചെടുത്ത ഒരു മിഥ്യാ പൊതുബോധത്തെ തിരുത്തി എഴുതണം. നമ്മുടെ ചാനലുകൾ നിരന്തരം എല്ലാ സന്ധിയിലും മലയാളികളുടെ ചിന്താശേഷിയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ നടത്തുന്ന അപഹാസ്യമായ ചാനൽ ചർച്ചകളിൽ അവർ വെളുപ്പിച്ചെടുത്തത് തീവ്രവാദത്തിന്റെയും മതാന്ധതയുടെയും അധിനിവേശ ശ്രമങ്ങളെ ആയിരുന്നു ജോർജി. അതിന് പറ്റിയ ആളുകളെ അവർ ചാനലുകളിൽ കൊണ്ടുവന്നിരുത്തി അവർ ചർച്ച നടത്തി മലയാളിയുടെ യാഥാർത്ഥ്യ ബോധത്തിനുള്ള ഒരു പൊതുബോധം രൂപപ്പെടുത്തുന്നതിന് അവർ തടയിടുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ഈ കാലത്ത് ദീപിക പോലെയുള്ള പറഞ്ഞതുപോലെയുള്ള എഡിറ്റോറിയൽ നമ്മൾക്ക് ചർച്ച ചെയ്യപ്പെടണം, സാധാരണ മനുഷ്യരിലേക്ക് എത്തണം. നാളെ കേരളത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ സ്വൈര്യമായ ഒരു സാമൂഹ്യ ജീവിതം അസാധ്യമാക്കുന്ന സകല തീവ്ര ആശയങ്ങൾക്കും മത ഭീകരാശയങ്ങൾക്കുമെതിരെ ശക്തമായ പൊതുബോധം രൂപപ്പെടണം. മാനവികതയിലേക്കും ഓരോ വ്യത്യസ്ത വിശ്വാസങ്ങളെയും ബഹുമാനിക്കാനും ആദരിക്കാനും പറ്റുന്ന ഒരു തുറന്ന മനസ്സിലേക്കും തലമുറകൾ നിശ്ചയമായിട്ടും പരിശീലിപ്പിക്കപ്പെടണം ജോർജി. ഓക്കെ, അത് വ്യക്തമാണ്. ഫാദർ ടോം മൂലിക്കരോട്ട്, അതിനകത്ത് മറ്റൊരു ആസ്പെക്ട് കൂടി, ഈ പലപ്പോഴും ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ തീവ്രവാദത്തെ വിമർശിക്കുമ്പോൾ അത്തരക്കാരെ വിമർശിക്കുവാൻ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ ഭൂരിപക്ഷ തീവ്രവാദത്തെ കാണുന്നില്ല? അതായത് ഒരു വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന് ഡൈവേർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷ തീവ്രവാദത്തെ വിമർശിക്കുന്നവർക്കൊരു സംഘിപ്പട്ടം ചാർത്തുന്നു, അല്ലെങ്കിൽ ഒരു RSSന്റെ ഒരു അജണ്ടയാണ്. തീർച്ചയായിട്ടും ഭൂരിപക്ഷ തീവ്രവാദം ഇവിടെ വിമർശിക്കപ്പെടണം. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അത്തരക്കാർ നടത്തുന്ന തീവ്രവാദ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും വിമർശിക്കണം. സഭ ഉൾപ്പെടെ, ദീപിക ദിനപത്രം ഉൾപ്പെടെ, ക്രൈസ്തവ സംഘടനകൾ ഉൾപ്പെടെ മുൻകാലങ്ങളിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ന്യൂനപക്ഷ തീവ്രവാദത്തിന്റെ ഒരു അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ഭൂരിപക്ഷ തീവ്രവാദത്തെ ഉയർത്തിക്കാട്ടി ന്യൂനപക്ഷ തീവ്രവാദം ഒന്നില്ല, അത് നിങ്ങൾ ഉയർത്തിക്കാണിക്കുന്നത് ചില പ്രത്യേക താല്പര്യങ്ങൾ കൊണ്ടാണ്, ഇസ്ലാമോഫോബിയ പരത്താൻ വേണ്ടിയിട്ടാണ്, RSSന്റെ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ്, RSSന്റെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുകയാണ്? അതൊരു എന്താ പറയണേ, ഒരു തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടമല്ലേ? ഒരു പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെ തമസ്കരിക്കാനുള്ള ഒരു ഗൂഢ ശ്രമം ഇത്തരത്തിലുള്ള ഈ ഒരു വിമർശനങ്ങൾക്ക് പിന്നിലില്ലേ ഫാദർ ടോം മൂലിക്കരോട്ട്? ജോർജി, നമ്മൾ കുറെ നാളുകളായിട്ട് കാണുന്ന ഒരു കാര്യം, രാഷ്ട്രീയ ഇസ്ലാമിന്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മതരാഷ്ട്രം രൂപപ്പെടുത്താനുള്ള തീവ്ര ആശയഗതിയാണ്. അതാണ് പോപ്പുലർ ഫ്രണ്ടിലും ജമാഅത്തെ ഇസ്ലാമിയിലും തുടങ്ങിയ സംഘടനകളിലെല്ലാം നമ്മൾ കാണുന്നത് കേരളത്തിൽ ഈ ഒരു ആശയമാണ്. ഈ തീവ്ര ആശയങ്ങളുടെ വ്യാപനത്തെ തിരിച്ചറിയുകയും വിമർശിക്കുകയും ചെയ്യുമ്പോൾ അതിൽ തടയിടുന്നത് മതത്തെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞാണ്. മതത്തെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞാണ്. ഇസ്ലാം സാഹോദര്യത്തിന്റെ മതമാണല്ലോ. അപ്പോൾ സാഹോദര്യത്തിനെതിരായി അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ, അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങൾ, പ്രവണതകൾ, അത് അവരുടെ ബാധ്യതയല്ല,
അത് വിമർശിക്കുമ്പോൾ ആ മതത്തെ വിമർശിക്കുന്നു എന്നുള്ള ആരോപണം ഉയർത്തേണ്ടതിന്റെ കാര്യവുമില്ല. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അത് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൃത്യമായ തിരിച്ചറിവുകൾ പുറത്തു വരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അത് തടയുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഇവിടെയുള്ള ചാനലുകളും നിക്ഷിപ്ത താല്പര്യക്കാരും സൃഷ്ടിച്ചെടുക്കുന്ന ഒരു മിഥ്യാ പൊതുബോധത്തിൽ നമ്മൾ വിശ്വസിച്ചു കൊള്ളണം. അവിടെ ഇസ്ലാം, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് എപ്പോഴും ഇരയാണ്. അവർ വേട്ടക്കാരായിരിക്കുമ്പോൾ തന്നെ അവരെ ഇരയായി നമ്മൾ അംഗീകരിച്ചു കൊള്ളണം. അവർ വേട്ടക്കാരാണെന്ന് ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അവർ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ, പ്രദേശങ്ങളിൽ പാവപ്പെട്ട മനുഷ്യരെ, ക്രിസ്ത്യാനികൾ ഉൾപ്പെടെയുള്ള മനുഷ്യരെ ഭീകരമായ വംശഹത്യയിലൂടെ അടക്കം കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ അതിനെ എതിരെ സംസാരിച്ചുകൊണ്ട് ഇരയായി തന്നെ മനസ്സിലാക്കണമെന്ന് ഇവർക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ജോർജി, കേരളത്തിൽ കുറെ നാളുകളായി ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അത് ലവ് ജിഹാദ് എന്ന് പറയുന്ന വിഷയമാവട്ടെ, മയക്കുമരുന്നിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ, അതുപോലെ തന്നെ തീവ്രവാദത്തിന്റെ വിത്ത് വളരുന്ന, ഉദാഹരണം പറഞ്ഞാൽ 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു അരിയും മലരും മുദ്രാവാക്യം നമ്മൾ കേട്ടതാണ്. ഇങ്ങനെ അപകടകരമായ ട്രെൻഡുകളെ, പ്രവണതകളെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്നുള്ള അടവ് നയവുമായിട്ട് വന്ന് നമ്മളെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന സംഘടിതമായ ശക്തി ഇവിടുത്തെ രാഷ്ട്രീയക്കാരിലുണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ആളുകളൊക്കെയും വാടകയ്ക്കെടുക്കപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് യഥാർത്ഥ സമാധാനത്തിന്റെ ശ്രമങ്ങൾ, സഹവർത്തിത്വത്തിന്റെ ശ്രമങ്ങൾ ജോർജി ആരംഭിക്കാൻ പറ്റുന്നത്. നമുക്ക് വളരെ ലളിതമായ ഒരു കാര്യത്തിൽ പറഞ്ഞാൽ, ഒരു മതത്തെയും പുറമേ നിന്ന് വിമർശിച്ച് നന്നാക്കി കളയാൻ പറ്റില്ല. ഒരു സംഘടനയും പുറമേ നിന്ന് വിമർശിച്ച് നന്നാക്കാൻ പറ്റില്ല. അതിനുള്ളിലുള്ളവർക്ക് തോന്നേണ്ട ഒരു ആന്തരിക നവീകരണത്തിന്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ കത്തോലിക്ക സഭയെ കുറിച്ച് ചിന്തിക്കൂ. സഭയ്ക്കുള്ളിൽ ഒരു നവീകരണം നടക്കണം. ആശയങ്ങളിൽ, കാഴ്ചപ്പാടുകളിൽ, സാമൂഹിക വിഷയങ്ങളുള്ള സമീപനങ്ങളിൽ ഒരു നവീകരണം നടക്കണമെന്ന് ഇതിനുള്ളിൽ നിശ്ചയദാർഢ്യവും തീരുമാനവും ഉണ്ടാകുമ്പോഴാണ് നമ്മളാണ് നവീകരിക്കുന്നത്, ഉള്ളിൽ നിന്നാണ്. അപ്പൊ ലോകം മുഴുവൻ ഈ കാര്യങ്ങൾ പറയുന്നു, മനുഷ്യർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണപ്പെടുന്നു. അത് തങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണെന്ന് കരുതുന്നതിനപ്പുറം തങ്ങളുടെ മതത്തിന്റെ ആന്തരിക സത്തയെ നശിപ്പിക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ തിരുത്തപ്പെടണം. കുട്ടികളും യുവതലമുറകളും യഥാർത്ഥമായ അവരുടെ മതത്തിന്റെ ആന്തരികതയിൽ പരിശീലിപ്പിക്കപ്പെടണം എന്ന് ഒരു നിശ്ചയദാർഢ്യം ആ മതത്തിന്റെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത്. അവസാനമായിട്ട് ഒരു കാര്യത്തിന് കൂടി അങ്ങിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്നു. ഈ പി ജയരാജന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ട്, ദീപിക മുഖപ്രസംഗവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ചില ചാനൽ ചർച്ചകളിലെ ചില വിചിത്രമായിട്ടുള്ള ചില വാദഗതികൾ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അത് എന്നേക്കുമായി അവസാനിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിനെ വീണ്ടും പൊക്കിക്കൊണ്ടുവന്ന് അതിനെ വിമർശിക്കുന്ന, അല്ലെങ്കിൽ അത് ഉയർത്തിയ ഭീഷണികൾ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചയാക്കുന്നത് ശരിയല്ല എന്ന തരത്തിലുള്ള ഒരു വാദഗതി. 2, ഈ കേരളത്തിൽ നിന്നും ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയവരുടെ എണ്ണം സംബന്ധിച്ച് അത് വളരെ ന്യൂനപക്ഷമാണ് പോയത്, വളരെ കുറച്ച് പേരാണ് പോയത് എന്നൊരു ടെക്നിക്കാലിറ്റി കാണിച്ചുകൊണ്ട് അത് വെറുതെ വീണ്ടും അത് ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന ഒരു വാദഗതി. നമുക്കറിയാം, ഇത്തരത്തിലുള്ളൊരു വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരും വളരെ കണ്ണിങ് ആയിട്ടാണ് പലരും ഈ വാദഗതികൾ, അതായത് അതിനെതിരെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെ ഉയരുന്ന വാദഗതികളെ അവർ കണ്ടിക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം തന്നെ, ഇപ്പൊ ലവ് ജിഹാദ്, ഇപ്പം പാർലമെന്റിൽ നമുക്കറിയാം അവിടുത്തെ കേന്ദ്ര സർക്കാർ പറയുന്നു ലവ് ജിഹാദ് എന്നൊരു ടേം ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ലവ് ജിഹാദേ ഇല്ല എന്ന തരത്തിൽ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഫാദർ ടോം മൂലിക്കരോട്, ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഫിസിക്കലായിട്ട് ഇറാഖിലും സിറിയയിലും ഏകദേശം അവരുടെ ശക്തി ക്ഷയിച്ചു എന്നൊരു കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ ഉയർത്തിക്കൊണ്ടുവന്ന അതിതീവ്രമായിട്ടുള്ള ആശയങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ, ഇപ്പോൾ ISKP പോലുള്ള തീവ്രവാദ സംഘടനകൾ നമുക്കറിയാം, റഷ്യയിലൊക്കെ അവർ ഭീകരാക്രമണം നടത്തി. ആ ആശയങ്ങൾ ഇപ്പോഴും ലോകമെമ്പാടും, കേരളത്തിൽ ഉൾപ്പെടെ ചിലരുടെയെങ്കിലും ഉള്ളിൽ തന്നെ ഉണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയല്ലേ ഫാദർ ടോം മൂലിക്കരോട്? ജോർജി, ഇത് പറയുന്ന മാധ്യമപ്രവർത്തകനും ചർച്ചയിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അധിനിവേശനങ്ങളെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ അറിയാൻ മേലാത്ത യാഥാർത്ഥ്യമല്ല ഇത്. ജോർജി, ഇപ്പോൾ നമ്മൾ വളരെ ഒരു ലളിതമായ ഉദാഹരണം എടുക്കൂ. ഇന്ത്യയിൽ കുറെ കാലം മുമ്പ് സിമി എന്ന് പറയുന്ന ഒരു സംഘടന നിരോധിച്ചു. അത് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അത് ഇല്ലാതാവുകയാണോ, അത് മറ്റൊരു സംഘടനയായി പുനർജനിക്കുകയാണോ ചെയ്തത്? അതുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയങ്ങൾ ലോകത്തില്ലാതായി, IS ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളുകൾക്ക് ആ വ്യക്തിക്കറിയാം അദ്ദേഹം ഈ അടുത്ത കാലത്ത് പറഞ്ഞ ഏറ്റവും വലിയ ബ്ലണ്ടറാണ്, ഏറ്റവും വലിയ വഞ്ചനാത്മകമായ പ്രസ്താവനയാണ് അതെന്ന്.
അപ്പൊ അത് കേൾക്കുന്ന നമുക്കും അറിയാം. അപ്പൊ ഇവർക്ക് അങ്ങനെയുള്ള ചർച്ചയുടെ തന്നെ ലക്ഷ്യം എന്താണ്? ചില ആളുകളെ, ചില പ്രവണതകളെ, അപകടകരമായ ചില വ്യാപനങ്ങളെ വെളുപ്പിച്ചെടുക്കണം. ജോർജി, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഇങ്ങനെ ആപത്തുകളെ തിരിച്ചറിയാതെയും തെറ്റായ പ്രവണതകളെ താലോലിച്ചും വെളുപ്പിച്ചും ന്യായീകരിച്ചും ഇവിടുത്തെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കേരളത്തിൽ ഇന്നത്തെ ഒരു സാമൂഹ്യ സ്ഥിതി വന്നിട്ടുള്ളത്. നോക്കൂ, 2020 NIA റിപ്പോർട്ട് പറയാണ് ഏകദേശം 60 കേരളൈറ്റ്സ് IS ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരിൽ 32 പേര് തിരിച്ചു വന്നു, 28 പേര് മരിച്ചു. 2019 NIA റിപ്പോർട്ട് പറയാണ് 15 കേരളൈറ്റ്സ് അറസ്റ്റഡ് ഫോർ 15ഓളം മലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2018 10 കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാർ അഫ്ഗാനിസ്ഥാനിൽ IS ചേർന്നതായിട്ട് പറയുന്നു. നോക്കൂ, 2016 കാസർഗോഡ് 21 ആളുകളാണ് കാസർഗോഡ് നിന്ന് ഇതിൽ IS ചേർക്കുകയും അതിൽ 5 പേർ കൊല ചെയ്യപ്പെടുകയും 14 പേർ അറസ്റ്റിലാവുകയും ചെയ്തു എന്നുള്ളതാണ് NIA റിപ്പോർട്ട് പറയുന്നത്. 2017 ഇതുപോലെ 12 മലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവരൊരു ടെററിസ്റ്റ് അറ്റാക്കിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴാണ് NIA റിപ്പോർട്ട് പറയാണ്. അതുപോലെ തന്നെ അൽഖ്വയ്ദയിലേക്ക് 2019 9 മലയാളികൾ അതിന്റെ ശ്രമങ്ങൾ പ്ലാനിങ് നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് NIA റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് ഇത് ഇങ്ങനെ ഒന്നും ഇല്ല. എന്നിട്ടും ഇത്രയും സാമൂഹിക യാഥാർത്ഥ്യം ജോർജി നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും അതിനെ ഇവർക്ക് എന്തുകൊണ്ടാണ് വെളുപ്പിച്ചെടുക്കേണ്ടി വരുന്നത്? അത് തന്നെയാണ് നാം പറഞ്ഞത്. ഇവർ ചില പക്ഷപാതകരമായ കാഴ്ചകൾ മാത്രമേ കാണാൻ ശ്രമിക്കുന്നുള്ളൂ. ഇവർ യാഥാർത്ഥ്യത്തിന്റെ എല്ലാ വശവും കാണാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങൾക്കിഷ്ടമുള്ള തങ്ങളുടെ യജമാനന്മാരുടെ ആശയങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ വശങ്ങളും മാത്രം കണ്ടുകൊണ്ട് വികലമായ ഒരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാൻ ഇവർ വ്യഗ്രതപ്പെടുന്ന കാഴ്ചയാണ് ജോർജി നമ്മൾ കാണുന്നത്. ഓക്കെ, വളരെ വ്യക്തമാണ്, വളരെ പ്രസക്തമായിട്ടുള്ള ആശയങ്ങളാണ് ഫാദർ ടോം അലിക്കരോട്ട് പങ്കുവച്ചത്. ഈ ഒരു അവസാന ഘട്ടത്തിൽ ഈ ഒരു പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോടും മുഖ്യധാര രാഷ്ട്രീയ പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങളോടും നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ച് വെളുപ്പിക്കാൻ നോക്കിയാലും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഒരു ഭീകര യാഥാർത്ഥ്യം അത് കേരളത്തിലുണ്ട്, ലോകമാസകലം വളരെ വലിയൊരു പ്രതിസന്ധിയായിട്ട് തന്നെ നിലനിൽക്കുന്നു. ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയത്, അല്ലെ കേരളത്തിൽ നിന്ന് പോയത് 100 പേരായിക്കോട്ടെ, 10 പേരായിക്കോട്ടെ, 20 പേരായിക്കോട്ടെ, ഇനി ഒരാളായിക്കോട്ടെ, അവരെ അതിലേക്ക് ചേരാൻ പ്രേരിപ്പിച്ച ആ ഒരു തീവ്രപരമായിട്ടുള്ള ഒരു ആശയം ഇപ്പോഴും ലോകമെമ്പാടും നിലനിൽക്കുന്നുണ്ട്. ചിലരുടെയെങ്കിലും ഉള്ളിൽ, ലോകമെമ്പാടുമുള്ള കേരളത്തിലുള്ള ചിലരുടെയെങ്കിലും ഉള്ളിൽ അത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ വിമർശിക്കുവാൻ, അതിൻ്റെ അപകടത്തെ ചൂണ്ടിക്കാണിക്കുവാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഇവിടുത്തെ ക്രൈസ്തവ സഭയ്ക്കുണ്ട്, ക്രൈസ്തവ പ്രതിദാനം ചെയ്യുന്ന മാധ്യമങ്ങൾക്കുണ്ട്, സംഘടനകൾക്കുണ്ട്. അത്തരം വിമർശനങ്ങൾ ഉയർത്തുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരുണ്ട്. ഭൂരിപക്ഷ വർഗീയതയെ വിമർശിക്കേണ്ടടുത്ത് ക്രൈസ്തവ സഭകൾ വിമർശിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യം കൂടി കൂട്ടരെ ഓർമ്മിപ്പിക്കുന്നു. ജോർജി, തീർച്ചയായിട്ടും കേരളത്തിൽ ഏറ്റവും അധികം പരിവാർ രാഷ്ട്രീയത്തെ വിമർശിച്ചിട്ടുള്ളത് കത്തോലിക്ക സഭ തന്നെയാണ്. പരിവാർ രാഷ്ട്രീയ, സംഘപരിവാറിന്റെ രാഷ്ട്രീയത്തെ, അവരുടെ തീവ്ര ആശയങ്ങളെ എല്ലാ കാലത്തും വിമർശിക്കുന്നതിൽ കത്തോലിക്ക സഭയോ ക്രൈസ്തവ സഭകളോ ഒരിക്കലും പക്ഷപാതപരമായ ഒരു നിലപാടും കാണിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ച് ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിലെ സ്വൈര്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ തീവ്രവാദ നിലപാടുകളും വരുന്ന തലമുറയെ, അവരുടെ ചിന്താശക്തിയെ വിഷലിപ്തമാക്കുന്ന സകല പ്രസ്ഥാനങ്ങളും തിരുത്തപ്പെടണം, ആശയങ്ങൾ തിരുത്തപ്പെടണം. വിശാലമായൊരു മാനവികതയും സാഹോദര്യവും സഹിഷ്ണുതയും ഇവിടെ പരിശീലിപ്പിക്കപ്പെടണം. ഇതാണ് ജോർജി ഇവിടുത്തെ ക്രൈസ്തവമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആ ഒരു കാഴ്ചപ്പാടിനപ്പുറം ആരോടും പക്ഷപാതപരമായ അടുപ്പമോ അകലമോ കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്കോ ക്രൈസ്തവ സമൂഹത്തിനോ ഇല്ല എന്നുള്ളത് തികഞ്ഞ സമാധാനത്തിൽ ജീവിക്കാൻ, സാഹോദര്യത്തിൽ ജീവിക്കാൻ, സമൂഹ നിർമ്മിതിയിൽ തങ്ങളാൽ കഴിയുന്നതിന്റെ പരമാവധി ചെയ്യാൻ എല്ലാ കാലത്തും നിരന്തരം ശ്രമിച്ചിട്ടുള്ള ക്രൈസ്തവ സംഘടനകളുടെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ് ജോർജ്. വളരെ വ്യക്തമാണ്. ദീപിക ആയിക്കോട്ടെ, ഷെക്കേന ആയിക്കോട്ടെ, ഇവിടെ വിമർശിക്കുന്നത്, എതിർക്കുന്നത് ഒരു മതത്തെയോ അല്ല, മറിച്ച്
തീവ്രവാദ ആശയങ്ങളെയാണ്, രാജ്യത്തിൻ്റെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന തീവ്രവാദ ഭീകരവാദ ആശയങ്ങളെയാണ് ക്രൈസ്തവ മാധ്യമങ്ങൾ എതിർക്കുന്നത്, വിമർശിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ തന്ത്രങ്ങൾ, അതിനെ വെള്ളപൂശാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളുടെയും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെയും അജണ്ടകൾ അവ തുറന്നു കാട്ടിയ ഫാദർ ടോം അലിക്കരോട് അങ്ങേക്ക് നന്ദി. മറ്റൊരു വിഷയത്തിലെ മറുപടിയുമായി വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു.